നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിപ്പോർട്ട് തേടി ഗവർണർ. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ ചേംബറിൽ SFI പ്രവർത്തകർ ഉപരോധം നടത്തിയ സംഭവത്തിൽ ഗവർണറുടെ ഇടപെടൽ. ജില്ലാ കളക്ടറോടും VCയോടും ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള സർവകലാശാല ക്യാമ്പസിൽ പന്തൽ കെട്ടി സമരം ചെയ്യുകയായിരുന്നു SFI പ്രവർത്തകർ. ഇത്തരത്തിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബറിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തുകയായിരുന്നു. വിഷയത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകുക എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു സംഘം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വളപ്പിൽ കെട്ടിയ പന്തൽ പൊളിച്ചു മാറ്റാൻ VC നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നടപടി കൈക്കൊള്ളാത്തതും വിദ്യാർത്ഥികൾ VCയുടെ ചേംബറിൽ അതിക്രമിച്ച് കടന്ന് പോസ്റ്ററുകൾ പതിച്ചതും ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്നും അതിന് ഉത്തരവാദികൾക്കെതിരെ രജിസ്ട്രാർ നടപടി കൈക്കൊണ്ടില്ലെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി വ്യാഴാഴ്ച കേസിൽ വാദം കേൾക്കും. VCയെ RSSന്റെ സംഘചാലക് എന്ന് വിശേഷിപ്പിച്ചും ചിത്രങ്ങളോടെയുമുള്ള പോസ്റ്ററുകൾ അദ്ദേഹത്തിന്റെ ചേംബറിൽ SFI പ്രവർത്തകർ ഒട്ടിച്ചു. ത്രിതല സുരക്ഷ മറികടന്നാണ് SFI പ്രവർത്തകർ VCയുടെ ചേംബറിൽ അതിക്രമിച്ച് കടന്നത്. ഇതെങ്ങനെയെന്ന് വിശദീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിക്രമത്തിന്റെ ചിത്രങ്ങൾ VC ഗവർണർക്ക് കൈമാറി. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാല കാര്യങ്ങളിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വിശദീകരണം തേടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഫലം പ്രഖ്യാപിക്കാത്തതും യൂണിയൻ രൂപീകരിക്കാനാവാത്തതിലുമാണ് SFI പ്രതിഷേധം നടത്തിയത്. കഴിഞ്ഞ മാസം 24 മുതൽ ഇവർ സമരം നടത്തുകയായിരുന്നു. സെനറ്റ് ഹൌസ് ക്യാമ്പസിലെ സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്ന് രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിന് VC നിർദ്ദേശം നൽകിയതാണ്. ഇക്കാര്യം പോലീസിൽ അറിയിക്കുന്നതിലെ വീഴ്ച, VCയുടെ ചേംബറിൽ കടന്നു കയറിയതിലൂടെ സുരക്ഷ പാളിച്ച എന്നിവ ഉണ്ടായി എന്നതടക്കമുള്ള ഗുരുതര വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും 24 മണിക്കൂറിനകം വിശദീകരണം നൽകുക എന്ന് രജിസ്ട്രാർക്ക് VC മെമ്മോ നൽകിയിട്ടുണ്ട്. സർവകലാശാല ക്യാമ്പസിൽ പന്തൽ കെട്ടാൻ അനുവദിച്ച സുരക്ഷാ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:15 VCയുടെ മുറിയിലേക്ക് SFI പ്രവർത്തകർ അതിക്രമിച്ച് കയറിയത്. ഇവർ 2 മണിക്കൂറോളം ഓഫീസ് ഉപരോധിച്ചു. 4 പേരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. VCയുടെ ഓഫീസിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിരുന്നു. പൊതുമുതൽ നശിപ്പിച്ചതിന് സമരക്കാർക്കെതിരെ കേസെടുത്തിട്ടുമില്ല. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച 3 കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതിനാലാണ് സർവകലാശാലയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ രേഖകൾ സംഘർഷത്തിൽ നശിപ്പിക്കപ്പെട്ടു, അതിനാലാണ് ഫലം വിജ്ഞാപനം ചെയ്യാനാവാത്തത് എന്നാണ് VC ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടത്തുന്നതിന് മുമ്പ് യൂണിയൻ നിലവിൽ വരണം എന്നാണ് SFI ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ ഒരു VC അതുപോലെ തന്നെ SFI പോരാട്ടം, ഈ പോരാട്ടത്തിൽ ഇപ്പോൾ ഗവർണറുടെ, അതായത് ചാൻസലറായ ഗവർണറുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വിശദീകരണം അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്. എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഇപ്പോൾ നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വിഷയത്തിൽ, അതായത് മുൻ ഗവർണർ ഏറ്റവും കൂടുതൽ സർക്കാരുമായി ഏറ്റുമുട്ടിയിട്ടുള്ളത് VC അല്ലെങ്കിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഗവർണർക്കും, അതായത് പുതിയ ഗവർണർക്കും അത്തരത്തിലൊരു പ്രശ്നം ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. അതായത് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്നു. ഈ ഒരു വിഷയം ഇനി സർക്കാരുമായിട്ടുള്ള ഒരു പോർമുഖത്തിന് വഴിയൊരുക്കുമോ എന്ന ചോദ്യവും ഇവിടെ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.